മൂന്നാറിൽ വിനോദസഞ്ചാരിയോട് അപമര്യാദയായി പെരുമാറിയ സംഭവത്തിൽ ടാക്സി ഡ്രൈവർമാർക്കെതിരെ പോലീസ് കേസെടുത്തു. വിഷയത്തിൽ കാര്യക്ഷമമായി ഇടപെടാത്തതിന് 2 പോലീസുകാരെ സസ്പെൻഡ് ചെയ്തു. വിവരങ്ങളുമായി ജോസിൽ സെബാസ്റ്റ്യൻ ചേരുന്നുണ്ട് മൂന്നാറിൽ നിന്ന്. ജോസിൽ, ഈ സംഭവം ഉണ്ടായതിൻ്റെ പിന്നാലെ ഈ പോലീസുകാർക്ക് വീഴ്ച പറ്റി, അതായത് നടപടിയെടുക്കുന്നതിൽ കാലതാമസം വരുത്തിയതിൻ്റെ പേരിലാണ് ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. എങ്ങനെയാണ് ഈ വിവരങ്ങൾ പുറം ലോകം അറിയുന്നത്? ആ വിനോദസഞ്ചാരി തന്നെ ഫേസ്ബുക്കിൽ സമൂഹ മാധ്യമങ്ങളിലൂടെ വിവരം പുറത്തു പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായെന്ന് തോന്നുന്നു. അങ്ങനെയാണോ? സിജു, നമ്മൾ ചെറുപ്രായത്തിൽ പഠിച്ചിട്ടുള്ള ഒരു ഗുണപാഠ കഥയുണ്ട്, പൊന്മുട്ടയിടുന്ന താറാവിൻ്റെ കഥ. കേരളത്തെ സംബന്ധിച്ചിടത്തോളം, ഇടുക്കിയെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് മൂന്നാറിനെ സംബന്ധിച്ചിടത്തോളം ടൂറിസം എന്ന് പറയുന്നത് പൊന്മുട്ടയിടുന്ന താറാവാണ്. അതിനെ കൊന്നുകളയുന്ന സമീപനം കുറേ കാലമായിട്ട് ചില പ്രദേശവാസികളുടെയും ചില ടാക്സി ഡ്രൈവർമാരുടെയും ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. അതിൽ ശക്തമായ നടപടിയാണ് പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇനി ഭാവി എന്ന് പറയുന്നത് ടൂറിസമാണ് എന്നുള്ളത് സർക്കാർ പലതവണ വ്യക്തമാക്കിയതാണ്. കഴിഞ്ഞ സാമ്പത്തിക വർഷം മൂന്നാർ ടൂറിസം വളരെ വലിയ വരുമാനമാണ് കേരളത്തിന് നേടിക്കൊടുത്തത്. ആ ഒരു സാഹചര്യത്തിൽ ശക്തമായ നടപടി ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകും എന്നുള്ള കാര്യം ഗവൺമെൻറ് വ്യക്തമാക്കിയ കാര്യമാണ്. അതിൻ്റെ തുടർച്ചയാണ് ഈ കൊച്ചിയിൽ നിന്ന് ഊബർ ടാക്സി വഴി മൂന്നാറിലെത്തിയ വിനോദസഞ്ചാരിയോട്, മുംബൈ സ്വദേശി ജാൻവി എന്ന് പറയുന്ന പെൺകുട്ടിയോട് ഈ ടാക്സി ഡ്രൈവർമാർ അവിടെ ഊബർ ടാക്സി ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അപമര്യാദയായി പെരുമാറുകയാണ് ചെയ്തത്. ഇതിനെ തുടർന്ന് ഈ പെൺകുട്ടിയും അതുപോലെ തന്നെ അതിലുണ്ടായിരുന്ന ഡ്രൈവറും പോലീസിനെ വിളിക്കുന്നു. പോലീസിനെ വിളിച്ച് 2 പോലീസുകാർ അവിടെ സംഭവ സ്ഥലത്തെത്തുന്നു. ഈ പെൺകുട്ടി ഈ സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ച വീഡിയോയിൽ പറയുന്നത് ഈ പോലീസുകാർ തങ്ങളോട് വന്ന് സംസാരിച്ചേ ഇല്ല എന്നുള്ളതാണ്. മറ്റേ ഈ ടാക്സി ഡ്രൈവർമാർ, ഈ പെൺകുട്ടി പറഞ്ഞ യൂണിയൻകാർ എന്നാണ് പറയുന്നത്. യൂണിയൻകാർ എന്ന് പറയുമ്പോൾ പൊതുവായിട്ട് കേരള സമൂഹം മനസ്സിലാക്കുന്നത് പ്രത്യേകിച്ച് CITU, AITUC, INTUC തുടങ്ങിയ സംഘടനകളെയാണ്. എന്നാൽ അത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയ സംഘടനയല്ല. അവിടെ സ്വതന്ത്ര ഡ്രൈവേഴ്സ് യൂണിയൻ എന്ന് പറഞ്ഞുകൊണ്ട് പ്രവർത്തിക്കുന്ന ചില ആളുകളാണ് ഇത്തരത്തിൽ വന്ന് ഈ അപമര്യാദയായി പെരുമാറിയത്. ഏതായാലും ഈ പോലീസുകാർ വന്ന് ഇവരോട് സംസാരിച്ചിട്ട് പിരിഞ്ഞുപോയി എന്നുള്ളതാണ് ഇവരുടെ പരാതി. പക്ഷേ ഈ പോലീസുകാർ പറയുന്നത് ഈ ടാക്സി ഡ്രൈവർമാരോട് സംസാരിച്ച് ഇവരെ നോക്കിയപ്പോൾ ഇവരെ കണ്ടില്ല എന്നുള്ളതാണ് പോലീസുകാർ പറയുന്നത്. പക്ഷേ ഇടുക്കി SP പ്രത്യേകിച്ച് സർക്കാർ അത് മുഖവിലക്കെടുത്തിട്ടില്ല. അവിടെ ഉണ്ടായിരുന്ന ഈ 2 പോലീസ്, ഗ്രേഡ് SI ജോർജ് കുര്യൻ, ASI സാജു പൗലോസ് എന്നിവരെ അന്വേഷണ വിധേയമായി കാര്യക്ഷമമായി ഈ വിഷയത്തിൽ ഇടപെട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. ഒപ്പം തന്നെ 5 മുതൽ 6 വരെ ആളുകൾ ഈ ടാക്സി ഡ്രൈവർമാർ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഈ വീഡിയോയിൽ പറയുന്നത്. അതനുസരിച്ച് ഈ ടാക്സി ഡ്രൈവർമാർക്കെതിരെയും പോലീസ് FIR ഇട്ടിരിക്കുകയാണ്. ശക്തമായ നടപടിയാണ് ഈ വിഷയത്തിൽ സർക്കാർ എടുത്തിരിക്കുന്നത്. സെബാസ്റ്റ്യനാണ് മൂന്നാറിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്.